മീറ്റിംഗ് പോയിന്റിൽ നിന്ന് റോഡ് മുറിച്ച് കടന്നാൽ ഒരു പാലത്തിൻ്റെ തുടക്കമായി. പാലത്തിന് അടിയിലൂടെ ഒഴുകുന്ന ലിഫി നദി ഒരു കൗതുക കാഴ്ച തന്നെയാണ്. മുമ്പൊക്കെ ഈ ഇരുകരകളെയും ബന്ധിച്ചിരുന്നത് 7 കടത്തുവള്ളങ്ങളായിരുന്നു. അതിൻ്റെ നടത്തിപ്പ് അവകാശം വില്യംസ് വാൾഷ് എന്ന വ്യക്തിയിലായിരുന്നു. കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കടത്തുവള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും തൊഴിലാളികൾക്കും ഒരു വലിയ സംഖ്യ തന്നെ ചിലവാകുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ഒരു പാലം എന്ന ആശയം അപ്പോഴാണ് രൂപപ്പെട്ടത്. 100 വർഷത്തേക്ക് അതിൽ കൂടി സഞ്ചരിക്കുന്ന കാൽനടക്കാർക്ക് ഒരു ഹെൽപ്പനി എന്ന ടോൾ പിരിവും ധാരണയായി. അത്തരത്തിൽ ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നതിനാൽ ഹേപ്പനി ബ്രിഡ്ജ് എന്നും കൂടി അതിന് പേര് കിട്ടി. ആർച്ചിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഈ പാലത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് കാസ്റ്റയണും മരവും സിമൻറ്റുമെല്ലാം കൂടിച്ചേർന്നാണ്. 43 മീറ്റർ നീളവും 3.66 മീറ്റർ വീതിയും 3.35 ഹൈറ്റും വരുന്ന ഈ പാലം നദിക്ക് കുറുകെ ഒരു കിരീടം പോലെ നിലനിൽക്കുന്നു. പാലം 3 സമാന്തര കമാനവും അതേ തുടർന്ന് വാരി പുണരുന്ന വിധത്തിൽ കൈവരികളും അർത്ഥവശം മറച്ചിരിക്കുന്നു. ഒരു നടപ്പാലമായിട്ട് മാത്രമാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 1815 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും 1816 മെയ്യോടുകൂടി ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. കാസ്റ്റ് അയണിൽ തീർത്ത 18 ഭാഗങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് പണി കഴിപ്പിച്ച് ഇവിടെ എത്തിക്കുകയും കമ്പനിയുടെ ഫോർമാനും അതിൻ്റെ പാറ്റേൺ മേക്കറുമായിരുന്ന ജോൺ വിൻസെൻ്റ് നിർമ്മാണ മേൽനോട്ടവും വഹിച്ചാണ് ഈ മാതൃക ഇവിടെ സംജാതമാക്കിയത്. കാലങ്ങൾക്ക് ശേഷം പാലത്തിലൂടെയുള്ള സഞ്ചാരത്തിന്മേലുള്ള ടോൾ പിരിവിൽ ജനങ്ങൾ പ്രതിഷേധിക്കുകയും അങ്ങനെ 1919 ടോൾ പിരിവും അവസാനിപ്പിച്ചു. ഈ പാലത്തിന് മറ്റു ചില വിളിപ്പേരുകൾ കൂടിയുണ്ട്. ലിഫി നദിക്ക് കുറുകെയുള്ള പാലമായതുകൊണ്ട് ലിഫി ബ്രിഡ്ജ് എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൻ്റെ ചരിത്രപ്രധാനമായ മറ്റൊരു പേര് വില്ലിംഗ്ടൺ ബ്രിഡ്ജ് എന്നാണ്. മറ്റൊരു പേരാകട്ടെ മില്ലേനിയം ബ്രിഡ്ജ് എന്നാണ്. പിന്നെയുള്ള പേര് ആർച്ച് ബ്രിഡ്ജ് എന്നാണ്. അതുകൂടാതെ വളരെ പ്രസക്തമായ മറ്റൊരു പേര് കൂടിയുണ്ട്, ലവ് ബ്രിഡ്ജ്. ഒരു നിർമ്മിതിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയ്ക്കോ പ്രചാരം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ടൂറിസം രംഗത്തെ വിപ്ലവകരമായ ഒരു ആകർഷത ലഭിക്കുന്നതിന് വേണ്ടി ചില കെട്ടുകഥകൾ അതിൻ്റെ പിന്നിൽ അണിയിച്ചൊരുക്കാറുണ്ട്. തികച്ചും കച്ചവട താല്പര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ എങ്കിൽ തന്നെയും കേൾക്കുമ്പോൾ ഒരു രസം അതിനും തോന്നിയേക്കാം. സെർബിയയിലെ ഒരു ചെറിയ പട്ടണമാണ് വ്രിഞ്ചാക്ക ബഞ്ചായ. അവിടെയുള്ള സ്കൂൾ അധ്യാപികയായ നാഡ റെൽജ എന്ന പേരുള്ള സൈനിക ഉദ്യോഗസ്ഥനുമായി അഗാധമായ പ്രണയബന്ധത്തിലാകുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹം തൻ്റെ കാമുകിയെ തനിച്ചാക്കി യാത്രയായി. ഞാൻ തിരിച്ചു വരും എന്നുള്ള മോഹന വാഗ്ദാനം നൽകി തന്നെ തനിച്ചാക്കിപ്പോയ കാമുകനെക്കുറിച്ചുള്ള വാർത്തകൾ ആ കാമുകിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതായിരുന്നു. പൂത്തുലഞ്ഞു നിന്ന പൂമരത്തെ ശക്തമായ പേമാരിയും കാറ്റും പിടിച്ചു കുലുക്കിയതുപോലെ അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നൊന്നായി ആ നദിയിലേക്കൊഴുകി. പ്രതീക്ഷ നഷ്ടമായ അവൾ നദിയിലെ നീരിലേക്ക് തൻ്റെ കണ്ണീര് കൂടി ചേർത്ത് വെച്ചു. ഒടുവിൽ തൻ്റെ കാമുകനോടുള്ള ആർദ്രമായ സ്നേഹം മറന്നുകൊണ്ട് തുടർ ജീവിതം നയിക്കാൻ വയ്യാതെയായപ്പോൾ ആ പാലത്തെ സാക്ഷി നിർത്തി തന്നെ സ്വയം ആ നദിയിലേക്ക് അവളെ തന്നെ സമർപ്പിച്ചു. ആ ഇണക്കുരുവികളുടെ ദുരന്തകഥ കേട്ടവർ തങ്ങൾക്കും ആ ഗതി വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് ഇത്തരത്തിലുള്ള പ്രണയ ജോഡികൾ അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി ജോഡിയായി വന്നുകൊണ്ട്
ആ പാലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണും കണ്ണും നോക്കി മധുര ചുംബനങ്ങൾ പരസ്പരം നൽകി മനസ്സുകൊണ്ട് അവർ ഒന്നായി ചേർന്നുകൊണ്ട് തന്നെ ആ പാലത്തിൽ തങ്ങളുടെ പേര് ആലേഖനം ചെയ്ത താഴും താക്കോലും കൊണ്ട് ആ പാലത്തിൽ ബന്ധിച്ച് താക്കോൽ നദിയിലേക്ക് സമർപ്പിക്കുന്നു. ആ താക്കോലില്ലാതെ ആ താഴ് തുറക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ തങ്ങളുടെ ബന്ധത്തിന് തടസ്സമായവയെല്ലാം ആ നദിയിൽ സമർപ്പിക്കുകയും ആ താഴിൻ്റെ ലോക്ക് പോലെ തങ്ങളുടെ ബന്ധവും ദൃഢമാകും എന്നും അവർ വിശ്വസിച്ചു പോന്നു. പക്ഷേ ആ കഥ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം. എങ്കിൽ തന്നെയും ആ കാലഘട്ടങ്ങളിലും ഇപ്പോഴും ആ പാലത്തിൽ അങ്ങനെ ചില വിശേഷങ്ങൾ അരങ്ങേറുന്നുണ്ട്. ആരോ പറഞ്ഞതുപോലെ വിശ്വാസം അതല്ലേ എല്ലാം. അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രണയ ജോഡികൾ അവരുടെ സ്വൈര്യസല്ലാപത്തിനായി തിരഞ്ഞെടുത്തിരുന്നത് പുഴയ്ക്ക് കുറുകെയുള്ള ആ പാലത്തിലായിരുന്നു. അങ്ങനെ ആ കമിതാക്കളുടെ പ്രണയ സല്ലാപങ്ങൾക്കും മന്മഥ ലഹരികൾക്കും സാക്ഷിയായി ആ പാലം നിലകൊണ്ടു.